ഡൽഹിയിൽ നടന്ന ഭീകരാക്രമണം പ്രധാനമന്ത്രി ആവർത്തിച്ചു പറയുന്നുണ്ട്. ഇത് ആരായാലും വെറുതെ വിടില്ല, ഉറപ്പാണ്. നമുക്കറിയാം, ആ വാക്ക് വെറും വാക്കല്ല. കാരണം ഓപ്പറേഷൻ സിന്ദൂർ തുടരും എന്ന് അന്ന് പറഞ്ഞു. ആ തുടരും എന്നുള്ളത് നമ്മൾ ഇനിയിപ്പോൾ അധികം വൈകാതെ കാണാൻ പോവുകയാണ്. അല്ലെ, ഓപ്പറേഷൻ സിന്ദൂർ തുടരും എന്ന് പറഞ്ഞത് ചില സൈനിക മേധാവികളൊക്കെയാണ് പറഞ്ഞത്. ഓപ്പറേഷൻ സിന്ദൂർ 2, ഓപ്പറേഷൻ സിന്ദൂർ 1 ഇപ്പോഴും അവസാനിച്ചിട്ടില്ല, അതിപ്പോഴും ഓണാണ്. ഈ 10-ാം തീയതി എന്ന് പറയുന്ന ഭീകരാക്രമണം നടന്ന 10-ാം തീയതിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഓപ്പറേഷൻ തൃശ്ശൂല് അവസാനിക്കുന്ന ദിവസവും ഓപ്പറേഷൻ പ്രചണ്ഡ് പ്രഹർ, പൂർവി പ്രചണ്ഡ് പ്രഹർ നോർത്ത് ഈസ്റ്റിൽ തുടങ്ങുന്ന ദിവസമാണ് അടുത്ത ദിവസം. ആ ദിവസമാണ് ഈ സ്ഫോടനം നടന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു സ്ഫോടനമായിട്ട് നമ്മൾ കണക്കാക്കണ്ട. അവർ ഗവൺമെൻറ്റിൻ്റെ ഒരു കണക്കൂട്ടൽ സ്ഫോടക വസ്തുക്കൾ പനിക്കിൽ അവർ മാറ്റിയപ്പോഴത്തേക്കുണ്ടായ ഒരു സ്ഫോടനം എന്നാണ് അവരുടെ ഇപ്പോൾ ഉള്ള കണക്കൂട്ടൽ. പക്ഷേ നമ്മൾ ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് വിദേശകാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ബംഗ്ലാദേശിൽ ഒരുപാട് മൂവ്മെൻറ്റുകൾ നടന്നു. ബംഗ്ലാദേശ് ജനറലുമാരും ചീഫ് ഓഫ് സ്റ്റാഫും, ഈ മുനീറിന് തൊട്ട് താഴെയുള്ള ഓഫീസർമാരൊക്കെ ബംഗ്ലാദേശ് സന്ദർശിക്കുകയുണ്ടായി. അവർക്കൊക്കെ അവിടുത്തെ റൂളർ, ഞാൻ ആ വാക്കിനെ ഉപയോഗിക്കുന്നത്, അഡ്വൈസർ എന്ന് പറയുന്നില്ല, അവിടുത്തെ റൂളർ അവർക്കൊക്കെ ആതിഥ്യം നൽകി. ചെന്ന വകയിൽ ISIയുടെ ഒരു യൂണിറ്റും അവിടെ സ്ഥാപിച്ചു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജെയ്ഷെ മുഹമ്മദ് ആയാലും മറ്റ് എല്ലാ പാകിസ്ഥാൻ ഭീകരവാദികൾക്കും ഫണ്ട് കൊടുക്കുന്നത് ISI വഴിയാണ്, ഫണ്ടും ആയുധങ്ങളും. അപ്പോൾ ഈ ഫണ്ടും ആയുധങ്ങളും കൊടുക്കുന്നു എന്നുള്ള രീതിക്ക് തന്നെയാണ് അത്. ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ നമ്മൾ വളരെ വിജിലൻ്റ് ആയ സ്ഥിതിക്ക് അവിടെ ഒന്നും നടക്കില്ല എന്ന് മനസ്സിലായി. അതേസമയം ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറും ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ, ഇത് ഒരുപാട് വയർഡ് ഫെൻസിങ് വെച്ച് നമ്മൾ മറച്ചിട്ടില്ല. എല്ലാവരും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കന്നുകാലി മേയ്ക്കാനും ഒക്കെ പോകുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ അവർക്ക് കുറച്ചുകൂടെ എളുപ്പമാണെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ട്. ഇനിയും നമ്മൾ മനസ്സിലാക്കേണ്ടത്, മിനിങ്ങാന്ന് നടന്ന മറ്റൊരു ഡെവലപ്മെൻറ്റ്, നേപ്പാൾ ഗവൺമെൻറ് അവരുടെ നോട്ട് അടിക്കാൻ വേണ്ടിയിട്ട് അവർ ചൈന ഗവൺമെൻറ്റിനാണ് ഏൽപ്പിച്ചത്. അപ്പം ഇന്ത്യക്കെതിരെ പാകിസ്ഥാനെ നമുക്ക് ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ നടത്തിയപ്പോഴത്തേക്ക് മറ്റ് സ്ഥലങ്ങളിൽ അവർ കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തനം രൂക്ഷമാക്കി എന്ന് വേണം നമ്മൾ കണക്കിലാക്കാൻ. അത് നേപ്പാൾ ഇന്ത്യക്ക് ഒരു വലിയൊരു സെക്യൂരിറ്റി ത്രെട്ടാണ് ഇപ്പോഴും. കാരണം നമ്മൾ ഫ്രണ്ട്ലി രാജ്യമാണെന്ന് നമ്മൾ ചിന്തിക്കുകയും, പക്ഷേ ചൈനയുടെയും അതുവഴി പാകിസ്ഥാൻ്റെയും ഒരു വെപ്പണായിട്ടാണ് ചൈന എപ്പോഴും നിലനിൽക്കുന്നത്. ബംഗ്ലാദേശും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ബംഗ്ലാദേശിൻ്റെ ഈ ഒരു മൂവ്മെൻറ്റ്, അതായത് ഹാഫിസ് സയ്യിദ് ആയാലും മറ്റ് നേതാക്കളെല്ലാം അവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട് രഹസ്യമായിട്ട്. മാത്രമല്ല, ഇവരുടെ ഈ ഭീകരവാദികളുടെ താവളങ്ങളും പരിശീലന കേന്ദ്രങ്ങളെല്ലാം നമ്മൾ തകർത്ത സ്ഥിതിക്ക് അവർക്ക് പാകിസ്ഥാനിൽ ഇനിയും നിലനിൽക്കാൻ ഭയങ്കര പാടാണ്. കാര്യം നമ്മൾ മാത്രമല്ല അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത്, അവിടെ അവരുടെ അകത്തുനിന്ന് തന്നെ പടയുണ്ട്. അഫ്ഗാനിസ്ഥാനും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് അവർക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഈ പുകയടിക്കുമ്പോഴത്തേക്ക് പെരിച്ചാഴി പുറത്തു ചാടുന്ന മാതിരി പെരിച്ചാഴി എല്ലാം കൂടെ പുറത്തു ചാടി നേരെ പോയിക്കുന്നത് ബംഗ്ലാദേശിലാണ്. ഇത് മനസ്സിലാക്കിയിട്ടാണ് ഇന്ത്യ ഗവൺമെൻറ് നമ്മുടെ ചിക്കൻ നെക്കിൽ പുതിയ ഒരു മിലിറ്ററി ബേസ് തുടങ്ങിയത്. ആർമി ബേസ് എന്നല്ല അവർ പറഞ്ഞിരിക്കുന്നത്, മിലിറ്ററി ബേസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മിലിറ്ററി ബേസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എയർഫോഴ്സിൻ്റെ സാന്നിധ്യം കൂടെ നമുക്ക് പ്രതീക്ഷിക്കാം. അതിൻ്റെ പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ, ഇത് നടക്കാൻ പോകുന്നത്, ഈ പുതിയ എയർബേസ് വരുന്നത് ചിക്കൻ നെക്കിന് തൊട്ടടുത്താണ്. പാകിസ്ഥാൻ ബോർഡറിൽ, ബംഗ്ലാദേശ് ബോർഡറിൽ നിന്ന് ജസ്റ്റ് 40 കിലോമീറ്റർ മാറിയാണ്. അപ്പോൾ അതിന് ഇട്ടയ്ക്കുന്ന പേര് ബോർഫുക്കൻ ലച്ചിത് ബോർഫുക്കൻ മിലിറ്ററി ബേസ് എന്നാണ്. അതിനകത്ത് ഏകദേശം 1500 പട്ടാളക്കാർ അതിനകത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ടാവാം. അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. അത് തേജ്പൂരിലെ 4 കോർപ്സ് എന്ന് പറയും. ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, നോർത്ത് ഈസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോറാണ് 4 കോർപ്സ്. 4 കോർപ്സിൻ്റെ കീഴിലായിരിക്കും ഇവർ പ്രവർത്തിക്കുന്നത്. അപ്പം നമ്മുടെ അതിർത്തിയിൽ ഏറ്റവും ഫ്രോണ്ടിയറിൽ നിൽക്കുന്ന ഒരു 40 കിലോമീറ്റർ എന്ന് വെച്ചാൽ നമുക്ക് ഒരു വളരെ കുറഞ്ഞ ഡിസ്റ്റൻസാണ്. 40 കിലോമീറ്റർ മാറിയിട്ട് നമ്മൾ നിലകൊള്ളുന്നു എന്നുള്ളതും അവിടെ ഒരു പുതിയ മിലിറ്ററി ബേസ് തുടങ്ങുന്നു എന്നുള്ളതും, ആ ഏരിയയിൽ തന്നെ ഉപയോഗശൂന്യമായിട്ട് കിടന്ന പഴയ ചില
വ്യോമതാവളങ്ങൾ ചൈനയുടെ സാമ്പത്തിക സഹായത്തോടെ നമ്മുടെ ബംഗ്ലാദേശ് റൂളർ അതിനെ പുനരുജ്ജീവിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കവിടെ ഒരു മിലിറ്ററി ബേസ് ആവശ്യമാണ്. കാര്യം ബംഗ്ലാദേശുമായിട്ട് നമ്മൾ സൂക്ഷിക്കുന്ന നയതന്ത്രം അനുസരിച്ചിട്ട് മിനിഞ്ഞാന്നും ഷെയ്ഖ് ഹസീനയുടെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു, ഈ റൂളർ ഇദ്ദേഹത്തിന് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മോശപ്പെടുത്തുന്നത് മണ്ടത്തരമാണെന്ന് കാണിച്ചിട്ട്. അപ്പം പാകിസ്ഥാനുമായിട്ടുള്ളൊരു ബന്ധം പോലെ അല്ല ഇന്ത്യ ബംഗ്ലാദേശുമായിട്ടുള്ള ബന്ധത്തെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടിരുന്നത്. കുറച്ചുകൂടെ സൗഹൃദപരമായിട്ട് ശത്രുതാപരമായിട്ടുള്ള ഒരു നീക്കം നമ്മൾ ഒരിക്കലും നടത്തിയിട്ടില്ല ബംഗ്ലാദേശുമായിട്ട്. അവർക്ക് താങ്ങാനുള്ള കഴിവില്ല. പക്ഷേ ഇപ്പോഴും ചൈനയുടെ സഹായത്തോടെ അവർക്ക് താങ്ങാൻ പറ്റുമെന്നുള്ള ധാരണയിലാണ്. ചൈനയുടെ സഹായത്തോടെ ഉപയോഗശൂന്യമായി കിടക്കുന്ന എയർ ബേസുകൾ അവർ റിനോവേറ്റ് ചെയ്യുന്നത് അവർക്ക് ഉപയോഗിക്കാനല്ല, അത് ചൈനയ്ക്ക് ഉപയോഗിക്കാനാണെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ കഴിഞ്ഞ ചൈനീസ് വാറിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി ഇന്ത്യ നേരിട്ട സ്ഥലം ഈ ഏരിയകളാണ്. നമ്മുടെ തേജ്പൂര്, ഫോർക്കോറിൻ്റെ ഏരിയയിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ തിരിച്ചടികൾ നേരിട്ടത്. ആ ഏരിയയിൽ തന്നെ പുതിയ ഒരു ആർമി ബേസ്, ഒരു മിലിറ്ററി ബേസ് വരുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ബംഗ്ലാദേശിനെ നമ്മൾ പാകിസ്ഥാനേക്കാളും കൂടുതൽ സൂക്ഷിക്കേണ്ട സമയമായി. വേറൊരു കളിയാക്കി പറയുകയാണെങ്കിൽ പാകിസ്ഥാൻ്റെ കാര്യം ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ നോക്കിക്കോളും, നമ്മളിപ്പം ബംഗ്ലാദേശിൻ്റെ കാര്യം നോക്കിയാൽ മതി എന്നുള്ള ഒരു രീതിയിലാണ് ഇന്ത്യ. ഇതിൻ്റെ ഒരു തിരിച്ചടി എന്ന് പറയുന്നത് ബംഗ്ലാദേശിലേക്കാണോ കേന്ദ്രീകരിക്കുന്നത്? തീർച്ചയായിട്ടും ഇനി അവരുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിക്കാൻ പോകുന്നത് ബംഗ്ലാദേശിൻ്റെ മണ്ണായിരിക്കും എന്നുള്ളതിനകത്ത് നമുക്കൊരു സംശയം വേണം. അതിൻ്റെ ആൾറെഡി ഒരുപാട് റിപ്പോർട്ടുകൾ നമുക്ക് വരുന്നുണ്ട് ഇൻ്റലിജൻസ് മേഖലയിൽ നിന്ന്. അവിടെ അവരുടെ പ്രവർത്തനങ്ങൾ വളരെ ദ്രുതഗതിയിൽ നടക്കുന്നതായിട്ട് പല റിപ്പോർട്ടുകളും മീഡിയയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു തിരിച്ചടി ഉണ്ട് എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ്. അല്ല, ഇത് നമ്മൾ വളരെ മുമ്പ് പറഞ്ഞിട്ടുള്ള മാതിരി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സോഴ്സ് എപ്പോഴും നമ്മളൊരു ഭൂകമ്പം ഉണ്ടാകുമ്പോഴത്തേക്ക് ചിലപ്പോൾ അതിൻ്റെ 400-500 കിലോമീറ്റർ മാറിയിട്ടായിരിക്കും അതിൻ്റെ പ്രഭവ കേന്ദ്രം. ഇപ്പം ഇന്ത്യ അടിക്കുമെങ്കിൽ അതിൻ്റെ പ്രഭവ കേന്ദ്രത്തിൽ മാത്രമേ അടിക്കുകയുള്ളൂ. അത് പ്രധാനമന്ത്രി പറഞ്ഞിട്ടില്ല, പക്ഷേ പ്രധാനമന്ത്രി അങ്ങനെയാണ്. ആ പ്രഭവ കഴിഞ്ഞ തവണ തന്നെ ഓപ്പറേഷൻ സിന്ദൂറിൽ സാർ നോക്കുമ്പോഴത്തേക്ക് പ്രഭവ കേന്ദ്രങ്ങൾ 9 സ്ഥലങ്ങൾ കണ്ടുപിടിച്ചു, ടാർഗറ്റ് ചെയ്തു, ഇൻ്റലിജൻസ് എടുത്തു, അടിക്കാൻ പറഞ്ഞു, അടിച്ചു, കൃത്യമായിട്ട് അടിച്ചിട്ട് നമ്മൾ തിരിച്ചു പോകും. ഇപ്പോഴും ഇതിൻ്റെ പ്രഭവ കേന്ദ്രം അത് ഇന്ത്യക്കകത്തായാലും ഇന്ത്യക്ക് പുറത്തായാലും അതിൻ്റെ പ്രൊമോട്ടേഴ്സിനെയും കൂടെ തകർക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ തീവ്രവാദികൾ മാത്രമല്ല, അതിൻ്റെ പ്രഭവ കേന്ദ്രം എവിടെയാണോ, അതിനെ സപ്പോർട്ട് ചെയ്തവരാരാണോ അവരെയും തകർക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ സമയം കാത്തിരുന്നാൽ മതി. ഹിന്ദിയിൽ പറയുകയാണെങ്കിൽ സമയക്ക ബാത്ത്, എന്താ പറയുന്നത്, ആ സമയം നമ്മൾ കാത്തിരുന്നാൽ മതി. ഏത് സമയത്താണ് അടിക്കേണ്ടത്. ഇന്ത്യ കൃത്യസമയത്ത് കൃത്യസ്ഥലത്ത് കൃത്യമായിട്ട് തിരിച്ചടി ഇന്ത്യ കൊടുക്കും. അല്ലെ, നമ്മൾ പഹൽഗാമിലും അത് തന്നെയാണല്ലോ കണ്ടത്. 16ാമത്തെ ദിവസം. അതെ, നമുക്ക് ഒരു ഓപ്പറേഷൻ, നമുക്ക് പ്രിപ്പറേഷൻ ആവശ്യമുണ്ട്. സൈനിക മേധാവികൾ തമ്മിൽ കോർഡിനേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഇന്നൊരു സംഭവം നടന്നുള്ളൂ, 10ാം തീയതി സംഭവം നടന്നുള്ളൂ, നമ്മളിപ്പോൾ 13ാം തീയതി സംസാരിക്കുന്നുണ്ട്. ഈ 3 ദിവസം കൊണ്ട് നമുക്ക് യഥാർത്ഥത്തിൽ എന്താണ് നടന്നതെന്നുള്ളതിൻ്റെ ഒരു നേർചിത്രം നമ്മുടെ കയ്യിൽ ഇതുവരെയും വന്നിട്ടില്ല. ഇൻ്റലിജൻസിൻ്റെ കയ്യിൽ ആ വിവരങ്ങൾ എത്തുന്നതേ ഉള്ളൂ. എവിടെ നിന്നൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതും ഇവരെ കയ്യിൽ ആൾറെഡി പ്രതികളായിട്ട് ഏകദേശം 1500ഓളം പേരെ ഒരു സസ്പെക്റ്റുകൾ അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് മീഡിയയിൽ വന്നിരിക്കുന്ന വിവരം. ഇവരിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളെല്ലാം കൂടെ കൊറാബറേറ്റ് ചെയ്യണം. എന്നിട്ട് വേണം കണ്ടുപിടിക്കേണ്ട ഇതിൻ്റെ യഥാർത്ഥ ഉത്തരവാദി ആരാണ്, പ്രഭവ കേന്ദ്രം ആരാണ് ഇതിൻ്റെ പ്രൊമോട്ടർ. ഈ 2 കാര്യങ്ങൾ കണ്ടുപിടിച്ചതിന് ശേഷമേ ഈ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നിന്ന് ഒരു ഗ്രീൻ സിഗ്നൽ കൊടുക്കുകയുള്ളൂ. ഓക്കെ, ആ ഗ്രീൻ സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നുള്ള കാര്യം അത് കിട്ടുന്നവർക്കറിയാം. അത് ആരെ കൊണ്ട് എവിടെ ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കഴിഞ്ഞ ഓപ്പറേഷൻ എയർഫോഴ്സിനായിരുന്നു, അടുത്ത ഓപ്പറേഷൻ നേവിക്കാണോ എന്ന് അറിയത്തില്ല. കാര്യം ഒന്നും വേണ്ട, ഇന്ത്യയുടെ 2 പോർ വിമാനങ്ങൾ ബംഗ്ലാദേശിൻ്റെ പുറത്തൂടെ ഒന്ന് ഓവർഫ്ലൈ ചെയ്താൽ മാത്രം മതി, അവർക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവും. പക്ഷേ അവർ ചൈനയുടെ തോളിൽ കയറി ഇരുന്നിട്ടാണ് ബംഗ്ലാദേശ് കളിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ അവിടെ നമ്മൾ ബംഗ്ലാദേശുമായിട്ട് പാകിസ്ഥാനുമായിട്ട് മുട്ടും പോലെ അല്ല, ബംഗ്ലാദേശുമായിട്ട് മുട്ടുമ്പോഴത്തേക്ക് ഓപ്പോസിറ്റ് സൈഡ് ചൈനയാണെന്ന് തന്നെ നമ്മൾ വിചാരിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ മിക്കവാറും ഒരു നേവൽ ഓപ്പറേഷൻ ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.